തേർഡ് വണ്ണിലേക്ക് നോക്കാം. ഇപ്പോൾ ഇത് രണ്ടും പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് വരുമ്പോൾ വേറൊരു നമ്പറിലേക്ക് വരുമ്പോൾ രണ്ടും കൂടെ വരുമ്പോൾ പല കുട്ടികൾക്കും അതൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കാം, ഡി ബൈ ഡി എക്സ് ഓഫ് സി എഫ് ഓഫ് എക്സ് പ്ലസ് സി. ഒരു കോൺസ്റ്റന്റും ഒരു വേരിയബിളും കൂടെ വന്നാൽ കോൺസ്റ്റന്റിനെ അവിടെ നിർത്തണം, വേരിയബിളിന്റെ ഡെറിവേറ്റീവ്. സി അവിടെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇതിനകത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഡി ബൈ ഡി എക്സ്, ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡെറിവേറ്റീവ് ആണ് കേട്ടോ. 4x + 3 ആണെന്ന് വെച്ചോ. ഇതിന് പ്ലസ് വന്നാലും മൈനസ് വന്നാലും നമുക്ക് വിഷയമൊന്നുമില്ല, ഓരോന്നിൻ്റെയും ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പം ഇവിടെ നോക്കാം, ഡി ബൈ ഡി എക്സ് 4x ഡെറിവേറ്റീവ് 4 ഇൻറ്റു 1ൻ്റെ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ 4x 4 എന്നങ്ങ് പഠിച്ചാലും മതി. ഇവിടെ 3 ഒരു കോൺസ്റ്റൻ്റാണ്, അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് അടുക്കിടക്കണം, പ്ലസ് ഇടാൻ മറന്നു പോരുത്. ആൻസർ 0 വരും. 4 + 0 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വരും. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. നമുക്ക് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് എ എക്സ് പ്ലസ് ബി ആണെന്ന് വെച്ചോ. എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എ ആണ്, കാരണം എ അവിടെ നിർത്തി, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ എ എഴുതിയാൽ മതി. ബി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ നമ്മൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അപ്പോൾ ആൻസർ ഈസ് എ വരും. അത് വേണമെങ്കിൽ 0 എഴുതണ്ട, കാരണം പ്ലസ് ഇടാൻ മറന്നുപോയി, അപ്പം നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് 0 എഴുതണ്ടെന്ന് വെച്ചാൽ മതി. ദെൻ അടുത്ത് നോക്കാം, ഡി ബൈ ഡി എക്സ് ഓഫ് 8x - 2 ആണെന്ന് വെച്ചോ. അവിടെ ഏതാണ് 8x ഡെറിവേറ്റീവ് എടുക്കണം. 8x ഡെറിവേറ്റീവ് 8 വരും, കാരണം 8നെ അവിടെ നിർത്തി, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഇനി ഈ -2ൻ്റെ ഡെറിവേറ്റീവ് എന്നാ 0. അപ്പോൾ അത് അവിടെ എഴുതണ്ട, -0 എഴുതാം. അപ്പോൾ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ആൻസർ ഈസ് 8 വരും. അതിന് അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് നമുക്ക് തന്നേക്കണത് a²x + d ആണെന്ന് വെച്ചോ. a²x + d. അവിടെ അറിയാം a² അവിടെ ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, ഈ a²നെ അവിടെ നിർത്തി, ഈ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, d കോൺസ്റ്റന്റ് ആണ് 0. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് a² വരും. അപ്പോൾ ഒരു കോൺസ്റ്റന്റും ഒരു വേരിയബിളും കൂടെ വന്നാൽ ആ കോൺസ്റ്റന്റിനെ അവിടെ നിർത്തിയിട്ട് വേരിയബിളിൻ്റെ ഡെറിവേറ്റീവ്. ഒരു കോൺസ്റ്റന്റ് ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. ആ ഒരു റൂള് വെച്ച് നമുക്ക് ഏത് പ്രോബ്ലവും ചെയ്യാം. അടുത്ത് നോക്കാം, ഡി ബൈ ഡി എക്സ് ഓഫ് 5² x + 1 ആണ്. അവിടെ 5² കോൺസ്റ്റന്റ് അല്ലേ. ആ 5² അവിടെ എഴുതി, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, 1ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, ദാറ്റ് ഈസ് ഈക്വൽ ടു 25 വരും. അപ്പം ഏതൊരു കോൺസ്റ്റന്റും ഒരു വേരിയബിളും കൂടെ വന്നാൽ ആ കോൺസ്റ്റന്റിനെ അവിടെ നിർത്തിയിട്ട് വേരിയബിളിൻ്റെ മാത്രം ഡെറിവേറ്റീവ്. ഒരു കോൺസ്റ്റന്റ് ഒറ്റയ്ക്ക് വന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പം വേരിയബിൾ ഏതൊക്കെയാണ്, എക്സും വൈയും മാത്രമാണ് വേരിയബിൾ ഉള്ളത്. ബാക്കി എല്ലാ ഇംഗ്ലീഷ് ആൽഫബറ്റും എന്താണ്, കോൺസ്റ്റന്റുകളാണ്. ദെൻ അതുപോലെ തന്നെ നമുക്ക് നമ്പറുകളെല്ലാം കോൺസ്റ്റന്റ് ആണ്. ഈ ഒരു 2 കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മെയിനായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇത് തന്നെ നമുക്ക് ഏതെങ്കിലും ട്രിഗണോമെട്രി ഫംഗ്ഷനകത്തോ ഏതിനകത്തും ഈ കോൺസ്റ്റന്റും ഒരു വേരിയബിളും കൂടെ വന്നാൽ അവിടെ നമ്മൾ ഇതേ റൂള് തന്നെയാണ് അവിടെ കൊടുക്കുന്നത്. നമ്മുടെ അടുത്ത ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് 1/x ആണ്. 1/xന്റെ ഡെറിവേറ്റീവ് എല്ലാ ഫോർമുലയ്ക്കകത്തും നല്ല എല്ലാ പ്രോബ്ലത്തിലും വരുന്നൊരു ഇക്വേഷനാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് 1/x. 1/x എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ദാറ്റ് ഈസ് ഈക്വൽ ടു -1/x² ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതൊരു ഫോർമുലയായിട്ട് നന്നായിട്ട് ഒരു 5 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 10 പ്രാവശ്യം ഒന്നങ്ങ് എഴുതി പഠിക്കുക കേട്ടോ. ഇതെങ്ങനെയാണ് നമുക്ക് എക്സാമ്പിളിലൂടെ നോക്കാം. ഇപ്പം ഡി ബൈ ഡി എക്സ് ഓഫ് p/x വരുമെന്ന് വെച്ചോ. ഇവിടെ നമുക്കറിയാം p കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ ആ p അവിടെ നിർത്തി, ഇൻറ്റു ഈ 1/xന്റെ ഡെറിവേറ്റീവ് എന്നാ, ദാറ്റ് ഈസ് ഈക്വൽ ടു -1/x² വരും. അപ്പം ഒരു p എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്. ഒരു കോൺസ്റ്റന്റിന്റെ കൂടെ വേരിയബിൾ വന്ന ആ കോൺസ്റ്റന്റിനെ അവിടെ നിർത്തിയിട്ട് വേരിയബിളിന്റെ മാത്രം ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ 1/xന്റെ ഡെറിവേറ്റീവ് എന്താ, -1/x². അപ്പം p അവിടെ നിർത്തിയിട്ട് ഈ 1/xന്റെ ഡെറിവേറ്റീവ് -1/s² എഴുതി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എക്സാമ്പിൾ ഡി ബൈ ഡി എക്സ് ഓഫ് r/x ആന്ന് വെച്ചോ. അവിടെ ഏതാ കോൺസ്റ്റന്റ്, 6 കോൺസ്റ്റന്റ് അല്ലേ. ഇപ്പോൾ ഒരു +3 വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാൻ വേണമെങ്കിൽ. അപ്പം 6 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, അവിടെ നിർത്തി 1/xന്റെ ഡെറിവേറ്റീവ് എന്നാ, -1/x² വന്നു. +3 വെറുതെ എഴുതിയതാണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. ആ ഒരു കൺസെപ്റ്റും കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അപ്പം നമ്മുടെ ആൻസർ r/-r/x². ഇത്ര എഴുതിയാലും മതി, ഒന്നുകൂടി എടുത്തെഴുതുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ. ദെൻ അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് a/x + d ആന്ന് വെച്ചോ. അവിടെ ഏതാണ് കോൺസ്റ്റന്റ്, a അവിടെ കോൺസ്റ്റന്റ് ആണ് അല്ലേ. a അവിടെ നിർത്തി, ഈ 1/xന്റെ ഡെറിവേറ്റീവ് എന്നാ, -1/x². d ഉണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്
ആൻസർ ഈസ് 0. അപ്പോൾ നമ്മുടെ ആൻസർ a ഇൻറ്റു മൈനസ് 1/x². നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. നാലാമത്തെ എക്സാമ്പിൾ നോക്കാം. d/dx ഓഫ് 1/a²x ആണെന്ന് വെച്ചോ. അവിടെ ആരാ കോൺസ്റ്റന്റ്? 1/a² കോൺസ്റ്റന്റ് അല്ലേ? അപ്പം നമ്മൾ 1 താഴെ കിടക്കണമെങ്കിൽ ആ കോൺസ്റ്റന്റ് എവിടെ കിടക്കണമെന്ന് നമുക്ക് വിഷയമല്ല. എവിടെ കിടന്നാൽ അത് അവിടെ തന്നെ കൊടുക്കുക. ഇൻറ്റു ഈ 1/xന്റെ ഡെറിവേറ്റീവ് മൈനസ് 1/x² വരും. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് എവിടെ കിടക്കണം എന്നുള്ളത് പ്രധാനമല്ല. അത് എവിടെയാണോ കിടക്കുന്നത് ആ കിടക്കണ സ്ഥാനത്ത് തന്നെ അതിനെ ഉപദ്രവിക്കാതെ അവിടെ അങ്ങ് എഴുതുക. ആ വേരിയബിളിൻ്റെ മാത്രം ഡെറിവേറ്റീവ് എടുക്കുക. അപ്പം ഇതേപോലെ നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. d/dx ഓഫ് a²/x ആണ്. അപ്പോൾ നമ്മൾ ആരെ അവിടെ നിർത്തണം? a²നെ അവിടെ നിർത്തി എക്സിൻ്റെ 1/xന്റെ ഡെറിവേറ്റീവ് മൈനസ് 1/x². അത് താഴെ എഴുതി നിർത്തും, മുകളിൽ എഴുതി നിർത്തും, ഒരു കുഴപ്പമില്ല കേട്ടോ. എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഒരു കോൺസ്റ്റന്റിൻ്റെ കൂടെ ഏത് വേരിയബിൾ വന്നോട്ടെ ആ കോൺസ്റ്റന്റിനെ അവിടെ നിർത്തിയിട്ട് വേരിയബിളിൻ്റെ മാത്രം ഡെറിവേറ്റീവാണ്. ഇത് നമുക്ക് അടുത്ത നെക്സ്റ്റ് ഫോർമുല, നമുക്ക് നാലാമത്തെ ഫോർമുല എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷനാണ്. d/dx ഓഫ് x⁻n ആണ്. x⁻n ഡെറിവേറ്റീവ് എന്താ മക്കളെ? n ഇൻറ്റു x⁻n-1 ആണ് x⁻n ഡെറിവേറ്റീവ്. ഇത് എല്ലാ പ്രോബ്ലത്തിനകത്തും നമുക്ക് ചോദിക്കുന്ന ഒരു ഇക്വേഷനാണ്. അത് നന്നായിട്ട് പഠിക്കാം. ഇതില്ലാത്തൊരു പ്രോബ്ലമില്ല. എല്ലാ പ്രോബ്ലത്തിനകത്തും ഈ d/dx ഓഫ് x⁻n വരും. ഇതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ കുറേ നമ്പറുകൾ ഇട്ട് ഓരോ ടൈപ്പ് അങ്ങ് പഠിക്കുക. അതിനകത്ത് പല ടൈപ്പ് പ്രോബ്ലം തന്നെയുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ ടൈപ്പിൽ 1 വരുന്നതാണ്. ഇതെല്ലാം ന്യൂമറേറ്റർ വരുന്ന ഫംഗ്ഷൻ. ഇപ്പോൾ ഇവിടെ നോക്കുക, d/dx ഓഫ് s² ആണ്. ഈ s² ഇല്ലാത്ത പ്രോബ്ലം എല്ലാത്തിനകത്തും കാണും. s²ന്റെ ഡെറിവേറ്റീവ് എങ്ങനെ വരും നോക്കിയേ. ഇത് കണ്ടോ, ഈ 2 നേരെ ഇപ്പുറത്തേക്ക് വരും. കണ്ടോ, n ഇൻറ്റു x⁻, ഇവിടെ എന്തു വരുന്നുവോ അതിൻ്റെ ഒരു പവർ കുറയും. അപ്പോൾ ഇവിടെ എന്നായിരിക്കും ആൻസർ? 2 ഇൻറ്റു x⁻1 വരും. ഈ s² വേറൊരു പ്രത്യേകതയുണ്ട്. കുറേ പ്രോബ്ലത്തിൽ ഈ s² വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുക, d/dx ഓഫ് a² പ്ലസ് c ആന്ന് വെച്ചോ. അവിടെ എന്താണ് നമ്മുടെ ആൻസർ? a അവിടെ നിർത്തി. ഈ s²ന്റെ ഡെറിവേറ്റീവ് 2x വരും. ഇവിടെ സിയുടെ ഡെറിവേറ്റീവ് എന്താ? 0 വരും. അപ്പം നമ്മുടെ ആൻസർ ഈസ് 2ax വരും. ഈ s² വരുന്ന പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പ്രോബ്ലത്തിനകത്തും നമുക്ക് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുക, d/dx ഓഫ് 4s² പ്ലസ് 1 ആണെന്ന് വെച്ചോ. അപ്പോൾ 4 അവിടെ കോൺസ്റ്റൻ്റ് അല്ലേ, അതിനെ അവിടെ നിർത്തി. ഈ s²ന്റെ ഡെറിവേറ്റീവ് എന്നാ? 2x വരും. 1ന്റെ ഡെറിവേറ്റീവ് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 8x വരും. അടുത്ത് നോക്കാം, d/dx ഓഫ് c²s² പ്ലസ് 1 ആണെന്ന് വെച്ചോ. അവിടെ c² കോൺസ്റ്റൻ്റ് ആണ്. ആ c²നെ അവിടെ നിർത്തി. ഈ s²ന്റെ ഡെറിവേറ്റീവ് എന്നാ? 2x വരും. 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അത് എഴുതേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ആൻസറായി. അപ്പം നെക്സ്റ്റ് വീഡിയോയുമായി നെക്സ്റ്റ് ഡേ. താങ്ക് യു.